ഞാൻ അങ്ങനെ ജോർജ് ജോസഫ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വയലൻ്റായ ഒരു സിനിമ എന്നൊരു സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടില്ല, OTT വന്നപ്പോൾ എന്താണ് ഇത് ഇത്ര പറയാനെന്ന് പറഞ്ഞ് കണ്ടു നോക്കി. സത്യം സാർ, എനിക്കൊരു 20 മിനിറ്റ് കണ്ടു പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ആ സിനിമ തിയേറ്ററിൽ അത്രയും ആളുകൾ കണ്ടത് എങ്ങനെയാണെന്നോ അതെന്തോ 100 കോടി ക്ലബ്ബിൽ കയറിയതാണെന്ന് എങ്ങനെയാണെന്നോ എനിക്കറിയില്ല. മനുഷ്യരായി പിറന്നവർക്ക് അത് കണ്ടിരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അങ്ങേയറ്റത്തെ വയലൻസാണ്, താങ്ങാൻ പറ്റാത്ത വയലൻസാണ് എന്ന് പറയും മട്ടിൽ ഇവിടെ ഈ പറയുന്ന കൊല്ലപ്പെട്ട എല്ലാവരുടെയും ചിത്രങ്ങൾ ഗ്രൂപ്പിൽ കാണുമ്പോൾ അങ്ങേയറ്റം ബ്രൂട്ടലായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം അനിയൻ്റെ ദൃശ്യങ്ങളാണ് നേരത്തെ കണ്ടത്. ഈ കുഴിമന്തി വാങ്ങി കൊടുക്കാം എന്ന് പറഞ്ഞാൽ അവിടെ പാവം പിടിച്ചൊന്ന് നിൽക്കുകയാണ്. കുഴിമന്തി വാങ്ങി അവിടെ ആ കുഴിമന്തി 2 പേർ മരിച്ചു കിടന്ന വീടിൻ്റെ മുന്നിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്, കുഴിമന്തി മയണൈസും അവൻ്റെ മയണൈസ്. ശ്രീ ജോർജ് ജോസഫ്, ഈ കൊല്ലാനാണെങ്കിൽ കൊന്നാ പോരെ, ഇത്ര ക്രൂരമായി കൊല്ലണോ? അപ്പോൾ എന്തോ മറ്റ് കഥയുണ്ട് ഈ കൊലപാതകത്തിന് പിന്നിൽ ശ്രീ ജോർജ് ജോസഫ്. ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഇതൊരു വെൽ പ്ലാൻഡ് മർഡർ അല്ലേ. അയാൾക്കൊരു ദുഃഖമില്ല, കൊലപാതകം നടത്തി അതെല്ലാം കുളിച്ചതിൻ്റെ എവിഡൻസൊക്കെ നശിപ്പിച്ച് പുതിയ ഫ്രഷായിട്ടുള്ള യൂണിഫോം ഒക്കെ ഇട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ വരികയാണ്. അതിലൊരു രസം കാണുവാണ് ഇയാൾ വേറെ ലോകത്തൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് മറ്റു ചില കാര്യത്തിലേക്കൊക്കെ ഞാൻ വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ടാണ്, കാരണം ഈ മൊബൈൽ ഫോണ് നമ്മൾ വിചാരിച്ച രീതിയിലല്ല പല കുട്ടികളും കൈകാര്യം ചെയ്യുന്നത്. ആ ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞല്ലോ, ആ പോലീസ് സ്റ്റേഷനിൽ വരുന്ന വഴിക്ക് ഇയാൾ വളരെ സന്തോഷവാനായി അയാൾ ആ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. കാരണം അതിൻ്റെ തീർച്ചയായിട്ടും ഒരു എൻഡാണ് ഈ ഇത്രയും കൊലപാതകങ്ങൾ. അയാൾ വേറെ ലോകത്തൂടെ സഞ്ചരിക്കുകയാണ്, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇതിൻ്റെ മോട്ടീവ് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. കാരണം ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ഇയാളുടെ മനസ്സിൻ്റെ സഞ്ചാരം പോയിരിക്കുന്നത്. അത് വികലമായ ഒരു മനസ്സാണ്, അതിന് യാതൊരു സംശയമില്ല. മൊബൈൽ ഫോണിൽ ചില ഈ ട്രാജഡി എൻഡ് ആൾ ഇത്ര പേരെ കൊന്നിരിക്കണം, അതൊരു സാറ്റിസ്ഫാക്ഷനാണ്, അതാണ് അയാളുടെ ഗോൾ നേടുന്നത് അവിടെയാണ്. അങ്ങനെ രീതിയിലൊരു ചിന്തയുടെ അവസാനം തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുന്നത്, കാരണം ഞാൻ അതുകൊണ്ടാണ് കഴുത്തറക്കുന്ന പിതാവിൻ്റെ കഴുത്തറക്കുന്നത് അമ്മ കണ്ടു മകൻ അറക്കുന്നത്, അതിലൊരു അയാൾക്കൊരു രസം കൊണ്ട് അങ്ങനെ കൊല്ലുന്നതിലൊരു അയാൾക്കൊരു സുഖം തോന്നുന്നുണ്ട്. അത് തന്നെയാണ് അയാളുടെ ലക്ഷ്യമെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യങ്ങൾ സാറ്റിസ്ഫാക്ഷനൊക്കെ അതാണെന്ന് ചിന്തിക്കുന്നു ആൾ. ഇവിടെ അത് തന്നെയാണെന്ന് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കാര്യമായ മാനസിക തകരാറ് ഈ മൊബൈൽ ഫോണിൻ്റെ ലോകത്തുനിന്ന് നമ്മുടെ കുട്ടികൾ സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിൽ നമുക്ക് രക്ഷപ്പെടാൻ മാർഗങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നാളും ആശ്മീൻ്റെ അടുത്ത് പറഞ്ഞത്, നമുക്ക് പോലീസ് ആക്ടിനകത്ത് ഒരു മാറ്റം വരുത്തിയിട്ട് ഞാൻ പല പേരൻസിനെയും കാണുന്നത് ഭയമാണ് മക്കളെ. അപ്പോൾ അവരെല്ലാം ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്തെങ്കിലേ മാറ്റാൻ ഒക്കുള്ളൂ. ഇവരെ പിടിച്ചിടണം എവിടെയെങ്കിലും 10-90 ദിവസം. അതിനുള്ള സംവിധാനം സർക്കാർ ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ ധാരാളം വീടുകളിലുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവർ മരണത്തെ ഭയപ്പെട്ട് ഇങ്ങനെ കഴിയണം, ഏത് സമയം കൊലപാതകം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ പ്രത്യേക ട്രീറ്റ്മെൻറ്റിന് സർക്കാരിൻ്റെ താലൂക്ക് ഓഫീസിൽ എവിടെയെങ്കിലും കുറേ മുറികൾ മാറ്റിയിട്ടിട്ട് അവിടെ നിർത്തണം. 30 ദിവസമോ 90 ദിവസമോ 120 ദിവസമോ അതിന് പോലീസ് ആക്ടിൽ ഒരു പ്രത്യേക പ്രൊവിഷൻ ഉണ്ടാക്കണമെന്നാണ് ഞാൻ ആദ്യം പോലും പറയുന്നത്. അല്ലാതെ ഇതിനകത്തും വേറൊരു മാർഗം കാണുന്നില്ല. ധാരാളം പേരൻസിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഇതുപോലെയുള്ള ഞാൻ 3-4 പേരെ ഈ അടുത്ത കാലത്ത് കാണുകയും ചെയ്തിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എവിടെ കൊണ്ടുപോകും? സൈക്കോളജിയുടെ അടുത്ത് സൈക്കാട്രിയുടെ അടുത്ത് ട്രീറ്റ് കൊണ്ടുപോകാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലീസോ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആരെങ്കിലും കണ്ട് രഹസ്യമായിട്ട് എവിടെയെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് അവർ റെഡിയാണ്. അപ്പോൾ അതിനൊരു സംവിധാനം സർക്കാർ ഉണ്ടാക്കണം. കാരണം അത് താലൂക്ക് ഓഫീസുകളിൽ പ്രത്യേകമായിട്ട് ഇവരെ ട്രീറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. പോലീസ് ആക്ടിനകത്ത് ചെറിയ ഒരു പ്രൊവിഷൻ അത് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞ, നമുക്ക് എന്താ മാർഗം, എന്താണ് നമുക്ക് മുന്നിലുള്ള വഴി എന്ന കാര്യം ഇപ്പോഴും നമുക്കറിയില്ല. അല്ല, ആത്യന്തികമായി ചെയ്യേണ്ടത് ഒരു പഠനം നടത്തുകയാണ്. എന്താണ് നമ്മുടെ ഈ പോക്ക് എങ്ങോട്ടാണ്? എന്തുകൊണ്ടാണ് 23-24 വയസ്സുള്ള കുട്ടികൾ ഇത്തരത്തിൽ ബ്രൂട്ടൽ കൊലപാതകങ്ങളുടെ വക്താക്കളായി മാറുന്നത്? മയക്കുമരുന്നാണോ? ഞാൻ നേരത്തെ പറഞ്ഞുള്ള സിനിമകളുടെ സ്വാധീനമാണോ? അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ സ്വാധീനമാണോ? അതിനാദ്യം പഠനം നടത്തണ്ടേ? പാവ അമ്മ ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുകയാണ്. അതിൻ്റെ തലച്ചോറിലടക്കം വലിയ നീർക്കെട്ടുണ്ട്, മുഖമടക്കം വലിയ നീരുണ്ട്. ബോധം വരുമ്പോൾ ആദ്യം ചോദിച്ച് ഇളയ മകനെ പറ്റിയാണ്, അഫ്നാനെ പറ്റിയാണ് ചോദിച്ചത്. എന്തൊരു സങ്കടമാണ്.